വേൾഡ് മോട്ടോർ സൈക്ലിങ്ങിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ദ ലെജൻഡറി മോട്ടോർ സൈക്കിൾ എന്ന് വിശേഷിപ്പിക്കുന്ന യമഹ ടെനറെ 700ന്റെ ആദ്യത്തെ മലയാളം യൂസർ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോട്ടോർ സൈക്കിൾ അഡ്വഞ്ചർ ടൂറിംഗ് ആരംഭിച്ച അന്ന് മുതൽ മനസ്സിൽ കയറി പറ്റിയിട്ടുള്ള ഒരു ഡ്രീം ബൈക്കായിരുന്നു ടെനറെ 700. ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ ഇൻഡസ്ട്രി ഇന്ന് വരും നാളെ വരുന്നു പറഞ്ഞു കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെ ആയിട്ടുണ്ട്. ഇന്നും ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വിഷയം. സോ ഫൈനലി ടെനറെ 700 സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് UAE വരെ തിരിച്ചു വരേണ്ടി വന്നു. നാട്ടിലെ എൻ്റെ ഹിമാലയൻ 411 എടുക്കാനുള്ള ഒരു മെയിൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇച്ചി ബൂട്ട്സ് എന്ന് പറഞ്ഞ നമ്മളുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള യൂട്യൂബർ വേൾഡ് ടൂറർ ആയിട്ടുള്ള നൂറാലിയാണ്. പുള്ളിക്കാരത്തി ആ ഒരു ഹിമാലയൻ 411 എടുത്ത് ഇന്ത്യയിൽ നിന്നാണ് വേൾഡ് ടൂറിങ് പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഇംപ്രസ് ചെയ്തതാണ് ആ ഹിമാലയൻ എന്നെ. അങ്ങനെയാണ് ഞാൻ ഹിമാലയൻ 411 നാട്ടിലെടുക്കുന്നത്. അതേപോലെ തന്നെ ടെനറെ 700 എടുക്കാനുള്ള ഒരു കാരണം പുള്ളി തന്നെയാണ്. ഇത് വളരെയധികം ആഗ്രഹിച്ച് കൊണ്ടു നടന്നൊരു ബൈക്കായിരുന്നെങ്കിലും പെട്ടെന്ന് ഇത് എടുക്കാമെന്ന് തീരുമാനിക്കാൻ കാരണം റീസെൻ്റ്ലി ഒരു 1987 മോഡൽ ടെനറെ നമ്മുടെ നൂറാലി എവിടെയോ ലോകം മൊത്തം കറങ്ങി തിരഞ്ഞ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഫുൾ റിഫർബിഷ് ചെയ്തിട്ട് വണ്ടി നല്ല കണ്ടീഷനാക്കി ഇറക്കിയിട്ട് ആ വണ്ടി കൊണ്ടാണ് ഇപ്പോൾ നൂറാലി വേൾഡ് ടൂറിംഗ് നടത്തുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് പുള്ളി ഒറ്റ വാക്കിൽ പറഞ്ഞത്, ഏറ്റവും കോംപ്ലിക്കേഷൻസ് കുറഞ്ഞതും ഏറ്റവും വെർസറ്റൈലുമായിട്ടുള്ള ഒരു ബൈക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി ക്യാൻ സേ ടെനറെ 700. ഏതൊരു പ്രൊഡക്റ്റിനെ പറ്റിയും നമ്മൾ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു പോളിസി. സോ ടെനറെ മേടിച്ച് അന്ന് തൊട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അന്നൊന്നും ഞാനിതിന് കേപ്പബിൾ ആയിരുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം ടെക്നിക്കലി ഞാൻ അത്രയും സൗണ്ട്സ് അല്ല ബൈക്സിനെ പറ്റിയിട്ട്. ബട്ട് ബൈക്ക് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, എത്രത്തോളം അതിൻ്റെ എക്സ്ട്രീംസ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഞാൻ ഒരു കേമൻ തന്നെയാണെന്നാണ് ഞാൻ സ്വയം അഹങ്കരിക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള എല്ലാ വണ്ടിയുടെയും അങ്ങേ അറ്റം ഞാനത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഫൈനലി ടെനറെ 700 ഇന്ന് 4500 കിലോമീറ്ററോളം ഓടി എൻ്റെ കയ്യിൽ വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഡെഫിനറ്റ്ലി ഇതിനെപ്പറ്റി കോൺഫിഡൻ്റ് ആയിട്ട് ഒരു റിവ്യൂ ചെയ്യാൻ പറ്റും. സോ ഇന്ന് നമ്മളുടെ ടെനറെ 700 അപ്രോക്സിമേറ്റ്ലി 4300 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റി. ലീവ വരെ പോയി നമ്മൾ ദുബായ് റൈഡ്സ് കുറേ ചെയ്യാൻ പറ്റി. അതേപോലെ നമുക്ക് ഡെസേർട്ടിൽ അടിപൊളിയായിട്ട് ഡ്യൂൺസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത്രയും എക്സ്ട്രീം മോട്ടോക്രോസ് ബൈക്കുകൾ അതേപോലെ എൻഡ്യൂറോ ബൈക്കുകൾ പെർഫോം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ടെനറെ വെച്ചിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി. സോ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി. ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്, ഡെയിലി ഓഫീസിൽ പോയി വരാനും വേണ്ടിയിട്ട്. സോ അപ്രോക്സിമേറ്റ്ലി ഒരു 30 കിലോമീറ്റർ പെർ ഡേ ഞാൻ കമ്മ്യൂട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ മൈലേജിനെ പറ്റിയിട്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റും. സോ കംപ്ലീറ്റ്ലി ഈ വണ്ടി അവരിറക്കിയിട്ടുള്ള എല്ലാ ടെറൈൻസുകളിലൂടെ എനിക്ക് ഇത് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് വാട്ടർ ക്രോസിങ് കാര്യങ്ങളും കൂടിയും ബാക്കിയുള്ളൂ. അത് അവൈലബിൾ ആവുന്നൊരു സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു വീഡിയോ ചെയ്യും. സോ ഐ ആം റെഡി ഫോർ ദ ടെനറെ 700 ഡീറ്റെയിൽഡ് റിവ്യൂ. ടെനറെ എക്സ്ട്രീം എക്സ്പ്ലോറർ എന്ന 2 മോഡലുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതുകൂടാതെ വേൾഡ് റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്യുവൽ ടാങ്ക് ക്യാപ്പോട് കൂടി വരുന്ന മറ്റൊരു മോഡൽ കൂടെ ടെനറയിൽ അവൈലബിൾ ആണ് 700 സെഗ്മെൻറ്റിൽ. അതുകൂടാതെ സൂപ്പർ ടെനറയും മാർക്കറ്റിലുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് ടെനറെ എക്സ്പ്ലോറർ എന്ന് പറയുന്ന മോഡലാണ്. എക്സ്ട്രീമും എക്സ്പ്ലോററും തമ്മിൽ വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. സ്പെസിഫിക്കേഷനോ എഞ്ചിനോ പവറിനോ യാതൊരു മാറ്റങ്ങളുമില്ല. ഇതിനൊരു ഫെൻഡർ വരുന്നുണ്ട്. അതേപോലെ ചെറിയ സസ്പെൻഷൻ ട്രാവലിൻ്റെ ഡിഫറൻസ്, അങ്ങനെ കുറച്ചും കൂടിയും എക്സ്പ്ലോർ ചെയ്യാൻ പാകത്തിലുള്ള ഒരു മോഡലാണ് മറ്റേത്. ഒരു പക്ക ഡെക്കാർ റാലി സ്പെക്കിലാണ് ഈ വണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 1980 തൊട്ട് തന്നെ ടെനറെ ഈ ഡെക്കാർ റാലികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി സൗദിയിൽ നടന്നിട്ടുള്ള 2025 ഡെക്കാർ റാലിയിലും ടെനറയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ള എർഗണോമിക് സ്ട്രക്ചറും അതേപോലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോ മെക്കാനിസവുമാണ് ഈ വണ്ടി മറ്റ് അഡ്വഞ്ചർ ടൂറിംഗ് ബൈക്കുകളിൽ നിന്നും 1200cc 1300cc ബൈക്കുകളുടെ ഒപ്പം കടപിടിച്ച് നിൽക്കാനുള്ള മെയിൻ കാരണം ഈ വണ്ടിയുടെ ഈ ഫാക്ടറുകളൊക്കെയാണ്. വളരെ ഒതുങ്ങിയ സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈനും വെർസറ്റൈൽ ആയിട്ടുള്ള ഈ ഒരു പവർഫുൾ എഞ്ചിനുമാണ് ഈ വണ്ടീൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ലിക്വിഡ് കൂൾ പാരലൽ ട്വിൻ എഞ്ചിനാണ് ഈ വണ്ടിക്ക് ടെനറെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 689cc 4 സ്ട്രോക്ക് ലിക്വിഡ് കൂൾ എഞ്ചിനാണ് ടെനറയ്ക്ക് പവർ നൽകുന്നത്. 73.4 ഹോഴ്സ് പവർ ആണ് 9000 RPM ഈ വണ്ടിയുടെ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റോട് കൂടി വരുന്ന ഒരു കിടിലൻ പവർ സോഴ്സാണ് ടെനറെ 700ൻ്റെത്. ഒരു പക്ക ഡെക്കർ ഡിസൈനിലുള്ള മീറ്റർ കൺസോളാണ് വരുന്നത്. പോർട്രേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ, ഒരു മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോണൊക്കെ വെച്ച പോലത്തെ ഡിസ്പ്ലേ ആണ് ഇതിന് വന്നിട്ടുള്ളത്. എന്നാൽ അധികം കോംപ്ലിക്കേഷൻസ് നിറഞ്ഞിട്ടുള്ള മെക്കാനിസം കാര്യങ്ങളൊന്നുമില്ല. ആകെ ABS മോഡ് ഒരു 3 ഫംഗ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജോയ്സ്റ്റിക്ക് പോലത്തെ ഒരു കൺട്രോൾ വീലാണ് നമുക്ക് ഇത് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. 3 ഡിസ്പ്ലേ സെറ്റിങ്സ്
നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 16 ലിറ്ററാണ്. അപ്രോക്സിമേറ്റ്ലി ഫുൾ ടാങ്കിൽ നമുക്ക് 300 കിലോമീറ്ററിനടുത്ത് ഞാനിത് റൈഡ് ചെയ്ത എക്സ്പീരിയൻസ് എനിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. അത്രത്തോളം ഫ്യൂൽ എഫിഷ്യൻസി ഈ ഒരു വണ്ടി നമുക്ക് തരുന്നുണ്ട്. എക്സ്ട്രീം അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ തികച്ചും മൈലേജിൽ നല്ല ഷോട്ട് ഉണ്ടായിരിക്കും. എന്നിരുന്നാലും നമുക്കിപ്പോൾ ഒരു ഡെയിലി കമ്മ്യൂട്ടിങ്ങിനൊക്കെ ഈ വണ്ടി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല മൈലേജ് പെർഫോമൻസ് ഈ വണ്ടി തരുന്നുണ്ട്. 21 ഇഞ്ച് ആൻഡ് 18 ഇഞ്ച് വീലുകളാണ് ടെനറിൽ വന്നിട്ടുള്ളത്. സ്കോർപിയോൻ്റെ ടയേഴ്സാണ് ഈ വണ്ടി മേടിക്കാൻ നമുക്ക് സ്റ്റോക്കായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സസ്പെൻഷൻ ട്രാവൽസ് ഈ വണ്ടിക്ക് ഉണ്ട്. അത് അഡ്ജസ്റ്റബിൾ ആണ്, ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ അല്ല, നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷൻ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതേപോലെ ബാക്കിലെ സസ്പെൻഷൻസും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു കിടിലൻ ടൂറർ അഡ്വഞ്ചർ എക്സ്ട്രീം ബൈക്ക് തന്നെയാണ് ടെനറെ 700. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു 4 പ്രൊജക്ടർ LED ടൈപ്പിലാണ്. ഒരു 4 കണ്ണ് നിൽക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് വരുന്നത്. അത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഇത് ടേൺ ഓൺ ആവുന്നുള്ളൂ. അത് എനർജി സേവ് ചെയ്യുന്ന ഒരു നല്ല ഫംഗ്ഷൻ തന്നെയാണ്. മറ്റു വണ്ടികളിലൊക്കെ നമ്മൾ കിൽ സ്വിച്ച് ഓൺ ചെയ്താൽ തന്നെ ഹെഡ്ലൈറ്റ് കത്താൻ തുടങ്ങുന്നതാണ്. അതേപോലെ വിൻഷീൽഡ് നോർമലി ഒരു റൈഡ്സിനൊക്കെ നമുക്ക് ഈ വിൻഷീൽഡ് സഫീഷ്യൻ്റ് ആണ്. ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി ടൂറർ പോസ്റ്ററിലുള്ള വിൻഷീൽഡുകൾ വരുന്നുണ്ട്. ഈ വണ്ടിയിൽ തന്നെ സ്റ്റോക്കായിട്ട് ഒരു നെക്കൽ ഗാർഡ്സ് വരുന്നുണ്ട്. ഇത് സഫീഷ്യൻ്റ് ആണ് നമ്മളുടെ ടൂറിങ്ങിനെല്ലാം വേണ്ടിയിട്ട്. ബട്ട് എക്സ്ട്രീം അഡ്വഞ്ചറിന് വേണ്ടിയിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു ഫൈബർ മെറ്റീരിയലാണ്. നമുക്ക് കുറച്ചും കൂടി സോളിഡ് ആയിട്ടുള്ള ഒരു നെക്കൽ ഗാർഡ്സ് നമുക്ക് എക്സ്ട്രീം അഡ്വഞ്ചറിന് വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. മറ്റ് മോഡിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ചെയ്യാൻ തോന്നില്ല നമുക്ക്. ഇതിങ്ങനെ റോ പവറിൽ റോ ലുക്കിൽ ഇത് ഓടിച്ചുകൊണ്ട് നടക്കാനാണ് ഏറ്റവും കംഫർട്ട് ആൻഡ് ഏറ്റവും ഇഷ്ടം എനിക്ക്. അതുകൊണ്ട് തന്നെ ഇതിൽ ക്രാഷ് ഗാർഡോ നമ്മുടെ കാരിയേഴ്സോ സാഡൽ ഫ്രെയിംസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടില്ല. എങ്ങനെയാണോ എനിക്ക് വണ്ടി കിട്ടുന്നത് അതേ ലുക്കിലും അതേ സ്ട്രക്ചറിലുമാണ് ഞാൻ വണ്ടി കൊണ്ട് നടക്കുന്നത്. അധികമായിട്ട് ചെയ്തിട്ടുള്ളത് ഒരേ ഒരു കാര്യമാണ് PPF കോട്ടിങ്. അത് ഇതിൻ്റെ ഒരു ബ്യൂട്ടി, ഈ ബ്ലൂയിഷ് കളറ്, ഈ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 4 മാസം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ കളർ ഫേഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലധികം സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു PPF പ്രൊട്ടക്ഷൻ മാത്രമാണ് ഇതിൽ എക്സ്ട്രാ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. ടെനറെ വെച്ച് നമ്മൾ ഒരുപാട് ഗ്രൂപ്പ് റൈഡ്സ് പോകാൻ പറ്റിയിട്ടുണ്ട്. സൂപ്പർ ബൈക്സിൻ്റെ കൂടെ ഒരു ദുബായ് റൈഡ് ചെയ്തു ലാസ്റ്റ് വീക്ക്. അതേപോലെ നമ്മളുടെ റാംബ്ലേഴ്സിൻ്റെ കൂടെ ലോക്കൽ റൈഡ്സ് ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ മറ്റു ബൈക്കുകളുടെ കൂടെ നമുക്ക് പെർഫോം ചെയ്യുമ്പോൾ യാതൊരു രീതിയിലുള്ള പവർ ലോസോ അല്ലെങ്കിൽ ഒരു ലാഗിങ്ങോ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ അപ് ടു 200 സ്പീഡ് വരെ ഈ ബൈക്ക് എനിക്ക് മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതിൻ്റെ മുകളിൽ ശ്രമിച്ചിട്ടില്ല. ബട്ട് അപ് ടു 200 km/h ഈ ബൈക്ക് നല്ല സ്റ്റെബിലിറ്റിയാണ്, നല്ല പെർഫോമൻസ് ആണ്, പവർ ഇനിയുണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നും. സോ സ്പീഡിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അതേപോലെ നമുക്ക് ഇപ്പോൾ 4th ഗിയറിലാണ് 5th ഗിയറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോ ആൻഡ് സ്പീഡിലെല്ലാം നമുക്ക് വണ്ടി ക്രൂസ് ചെയ്ത് സിഗ്നലിലും എല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. എൻജിൻ ചൂടാവുന്ന മറ്റ് ബൈക്കുകൾ പോലുള്ള വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ കൂളായിട്ടുള്ള ഒരു എൻജിനാണത്. നമുക്ക് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെസേർട്ടിൽ അതേപോലെ അഡ്വഞ്ചർസും ഓഫ് റോഡ്സൊക്കെ ചെയ്യുമ്പോൾ ടാക്കിൾ ചെയ്യാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ തൈ ഹഗ് ചെയ്യുമ്പോൾ ഈ ടെനറെ നമ്മളെ 2 കാലിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. അത്രയും കംഫർട്ടബിളാണ്. അതേപോലെ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങും ബ്രേക്ക് ലിവറും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന എൻഡ്യൂറോ ബൂട്ട്സ് ഒക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലിവേഴ്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈസി ഹാൻഡ്ലിംഗ് ആണ്. അത്യാവശ്യം നമ്മൾ സാറ്റിസ്ഫൈ ആവുന്ന ഒരു പവർ ഡെലിവറി വണ്ടി തരുന്നുണ്ട്. ഭയങ്കര അട്രാക്റ്റീവ് റോഡ് പ്രസൻസ്. ഇത് കൊണ്ടുപോകുമ്പോൾ എന്തായാലും 4 പേര് നോക്കും. ഒന്ന് അത്രയും ഫാൻസ് ഉള്ളൊരു വണ്ടിയാണ്. രണ്ടാമത് ഇത് അറിയാത്ത കുറേ ആൾക്കാർ ഇത് ഏത് വണ്ടിയാണെന്നുള്ള രീതിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു റോഡ് പ്രസൻസ് തരുന്ന വണ്ടിയാണ്. സോ കംപ്ലീറ്റ്ലി ഒരു ഹാപ്പി കസ്റ്റമർ ആണ് ടെനറെ 700-ഉമായിട്ട് ഞാൻ. UAE ടെനറെ 700 സ്വന്തമാക്കാൻ ഏകദേശം 46,500 ദിർഹംസ്, ഏകദേശം ഇന്ത്യയിലെ 11 ലക്ഷം രൂപേൻ്റെ അടുത്ത് ഇതിന് വില വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വണ്ടീനെ പറ്റി പോസിറ്റീവ് മാത്രം ഞാൻ പറയുന്നുള്ളൂ. അല്ല, ഇതിന് കുറച്ച് നെഗറ്റീവ് പാർട്ടുകളും കൂടിയുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇതിന് ഒരു കോർണറിങ് ABS അതേപോലെ ട്രാക്ഷൻ കൺട്രോൾ ഫീച്ചർ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയേനെ, കുറച്ചുകൂടി സേഫ് ആയേനെ എന്നാണ്. ബട്ട് ഇത് ടാക്കിൾ ചെയ്യുന്ന സമയത്ത് ഡെസേർട്ടിലും കാര്യങ്ങളൊക്കെ ടാക്കിൾ ചെയ്യുമ്പോൾ ആ ഫീച്ചേഴ്സും ഓഫാക്കാനും പിടിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല, അതില്ലാത്തതുകൊണ്ട്. പക്ഷേ നമ്മളൊരു ടൂറിങ്ങിനൊക്കെ പോകുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു ട്രാക്ഷൻ കൺട്രോൾ ഉള്ളത് വളരെ നല്ലതായിരിക്കും. അതുപോലെ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ട്യൂബ്ലെസ് ഫ്രെയിമോട് കൂടിയിട്ടുള്ള സ്പോക്ക് വീൽസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും അടിപൊളി ആയേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കാര്യങ്ങളല്ലാതെ ഇതിനെ പറ്റിയിട്ട് എനിക്ക് നെഗറ്റീവ് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ ടെനറെ 700 യൂസർ റിവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും കമൻറ്റുകളോ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അടുത്തൊരു നല്ല അട്രാക്റ്റീവ് വീഡിയോയുമായി വരുന്നതുവരേക്കും സൈനിങ് ഔട്ട്, ടീക്ലാൻ റൈഡേഴ്സ് ഫ്രം അബുദാബി.